72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. വിവിധ വിഭാഗങ്ങളിലായി ഇക്കുറി നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ 22 വള്ളങ്ങളുണ്ട്. ചുരുളൻ 2, ഇരുട്ടുകുത്തി A3, ഇരുട്ടുകുത്തി B16, ഇരുട്ടുകുത്തി C14, വെപ്പ് A5, വെപ്പ് B4, തെക്കനോടിത്തറ 1, തെക്കനോടിക്കെട്ട് 4 എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം. രാവിലെ 11-ന് മത്സരങ്ങൾ ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. നെഹ്റു ട്രോഫി വള്ളംകളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പുന്നമടയിൽ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മുഖ്യമന്ത്രി VD സതീശനാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അതേസമയം നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രവികുമാർ ചേരുന്നുണ്ട്. രവികുമാർ, ഇന്ന് ഉത്സവമേളം തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ. വലിയ ആവേശത്തോടുകൂടി തന്നെയായിരിക്കും ആലപ്പുഴ ജനത ഇതിനെ കാണുന്നതും. ഒരുപാട് ഇടത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ വിദേശികളടക്കം അവിടെ എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സൈമ, ഇന്നാണ് പുന്നമടയിലെ പൂരം. ആളും ആരവവും ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി ചുണ്ടനുകൾ അണിനിരന്നാൽ മാത്രം മതി. മാസങ്ങളുടെ തയ്യാറെടുപ്പിന്റെ കരുത്തും ശക്തിയുമാണ് ഇന്ന് ഓളപ്പരപ്പിൽ കാണുന്നത്. ഓളപ്പരപ്പിൽ ഇങ്ങടെ ആൾക്കൂട്ടങ്ങൾ കരിനാഗങ്ങളെ പോലെ ചീറിപ്പായുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് പുന്നമടയിലെ ഈ നെഹ്റു ട്രോഫി ജലോത്സവം. ഈ 71 വള്ളങ്ങളിലായി 5000-ലധികം താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. ഇത്രയധികം പേർ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കായിക ഇനം ലോകത്ത് മറ്റെങ്ങും കാണില്ല. അതാണ് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. എന്തായാലും രാവിലെ 11-നാണ് ചെറു മത്സരങ്ങളുടെ വരവ്. ചെറുവള്ളങ്ങളുടെ മത്സരം നടക്കുന്നത്. പ്രാഥമികതല മത്സരമാണ് ആദ്യം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ജലരാജാക്കന്മാർ പോരിനിറങ്ങുന്നത്. എല്ലാ വർഷം തോറും ഇതിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുതിയ 2 ചുണ്ടനുകൾ കൂടി ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിലെ തുഴച്ചിൽക്കാർ കൂടി നെഹ്റു ട്രോഫിയിൽ തുഴയെറിയാനെത്തുന്നുണ്ട്. അവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വള്ളത്തിൽ 25%-ലധികം പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുഴച്ചിൽക്കാരാകരുത് എന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. സൈമ, ശരി. പുന്നമടക്കായലിൽ ആവേശത്തിന്റെ അലതല്ലുകയാണ്. വിവരങ്ങൾ നൽകിയത് രവികുമാർ ആയിരുന്നു.